ഇന്ന് നെൽസൺ മണ്ടേല ദിനം. ഐക്യരാഷ്ട്രസഭയാണ് ലോകവ്യാപകമായി ദിനാചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. സ്വാതന്ത്ര്യവും സാമൂഹിക നീതിയും ഉറപ്പാക്കാൻ മണ്ടേല നടത്തിയ പോരാട്ട ജീവിതത്തോടുള്ള ബഹുമാനാർത്ഥമാണ് മണ്ടേല ദിനാചരണം. നമ്മളിൽ ഒരാൾക്ക് മാത്രമായി വിജയം വരിക്കാനാവില്ല. എല്ലാവർക്കും തൊഴിലും ഭക്ഷണവും ഉപ്പും ലഭ്യമാവട്ടെ. ഓരോ വ്യക്തിയും അവരുടെ മനസ്സും ശരീരവും സ്വയം സമ്പൂർണമായിരിക്കാവുന്നിടത്തോളം സ്വതന്ത്രരായിരിക്കട്ടെ. ഒരിക്കലും ഈ നാട്ടിലൊരുവൻ മറ്റൊരുവനെ വേദനിപ്പിക്കുന്ന കാലം വരാതിരിക്കട്ടെ. സ്വാതന്ത്ര്യം വാഴട്ടെ. ദക്ഷിണാഫ്രിക്കയ്ക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ വിമോചന നായകനായ നെൽസൺ മണ്ടേല പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗമാണ്. എല്ലാ ദേശത്തും ഏതൊരു കാലത്തും പ്രസക്തമായ വാക്കുകൾ. തുടർച്ചയായ 27 വർഷമാണ് മണ്ടേല ജയിലിൽ കഴിഞ്ഞത്. ഇക്കാലയളവിൽ ആഫ്രിക്ക കണ്ടത് മണ്ടേലയുടെ മോചനത്തിനായി നിരന്തര പോരാട്ടങ്ങളാണ്. പതിറ്റാണ്ടുകൾ നീണ്ട വർണ്ണവിവേചന നയം അവസാനിപ്പിച്ച് 1990-ൽ മണ്ടേലയുടെ ജയിൽ മോചനം. ലോകമാകെ ആവേശം കൊണ്ട ചരിത്ര മുഹൂർത്തം. നാലു വർഷങ്ങൾക്കപ്പുറം 1994 മെയ് 10 ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായുള്ള സത്യപ്രതിജ്ഞ. സ്വാതന്ത്ര്യത്തിലേക്കുള്ള നീണ്ട നടത്തം അഥവാ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചതും ചരിത്രം പിറന്ന അതേ ആണ്ടിൽ തന്നെ. മണ്ടേല അധികാരമേറ്റതിനു പിന്നാലെ കറുത്ത വർഗക്കാരും വെള്ളക്കാരും തമ്മിൽ ലഹളയോ കലഹങ്ങളോ ഭയന്നിരുന്നു ലോകം. പക്ഷേ എല്ലാവരുടെയും നേതാവായി അദ്ദേഹം വളരെ പെട്ടെന്നു മാറി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 2013 ഡിസംബർ 5 95-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. തോറ്റുകൊടുക്കാത്ത മനക്കരുത്ത്, മാനുഷികത എന്ന മഹാമൂല്യം, ഇതായിരുന്നു നെൽസൺ മണ്ടേല. ഒരു കാലത്ത് സായുധ വിപ്ലവത്തിന്റെ വക്താവായിരുന്ന മണ്ടേല പിന്നീട് സമാധാനത്തിന്റെയും അഹിംസയുടെയും ഗാന്ധിയൻ വഴികളിലേക്കെത്തി. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകിയാണ് രാജ്യം മണ്ടേലയ്ക്കുള്ള ആദരമർപ്പിച്ചത്. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.